ഹലോ ഗൈസ്, ഇത് നമ്മള് ഡിമാർട്ടിലേക്ക് പോവാ. ചെറിയൊരു ഷോപ്പിങ്ങിനാ പോകുന്നത്. ഇവിടുന്ന് തന്നെ ഉണ്ട് അത്യാവശ്യം. ഇവിടെ അടുത്ത് കൊറേ മാർട്ട് ഉണ്ട്, പക്ഷെ ആ മാർട്ട് വേണ്ടോ, ഡിമാർട്ട് തന്നെ വേണം. അതുകൊണ്ടല്ല ഗൈസ്, അത്യാവശ്യം സാധനം എടുക്കാണ്ട്. പിന്നെ ഇവിടെ ഇല്ല പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടാനൊന്നും കഴിയില്ല. മീൻസ് ഇപ്പം തന്നെ സമയം 6:15. ഞങ്ങൾ ബസ് പിടിച്ചിട്ട് ഇവിടുന്ന് ആവലഹലിൽ എത്തുന്നത്. അവിടേക്ക് ഒരു ബസ് തന്നെ കയറണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് പോകണ്ടേ. 2 ദിവസം വേണം. അത് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. കണ്ടോ കണ്ടോ കണ്ടോ, ഇവിടെ നടത്തിക്ക സുഖൂലാണ് നടത്തിക്ക. ഇവിടെ ബസ് കയറി ബസ്സിൽ പോവുകയാണ്. ഡിമാർട്ടിൽ എത്ര ഡിമാർട്ടിലെ ഇതൊക്കെ ഓൾഡ് ടൗണിൽ പോയിട്ടാണ് ഡിമാർട്ട് പോകുന്നത്. ഡിമാർട്ട് നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ ആളുണ്ട് ഗൈസ്. ബാഗ് കൊടുത്തുള്ളു കയറട്ടെ. അങ്ങനെ ബിസ്ക്കറ്റാണ് ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ നല്ല ഓഫറുണ്ട് ഗൈസ്, നവരാത്രി സ്പെഷ്യൽ ഓഫർ. കോഡ് നല്ല ഓഫറായിട്ടുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഫുൾ കൺഫ്യൂഷനാണ്. അവിടെ ഫുള്ള് സ്വീറ്റ്സിനുള്ള ഓരോരോ പൈസ. അതെടുത്താൽ ഇത്രപ്പാട് സ്വീറ്റ്സ് എടുത്തിട്ടുമുണ്ട്. നമുക്ക് ഭ്രാന്താണ് ഗൈസ്, വെറുതെ സ്വീറ്റ്സ് വാങ്ങിയിരിക്കാം. ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ട്. ബില്ലടിക്കുമ്പോൾ എക്സ്പ്രഷൻ കണ്ടോ, സാധനം പൊറുക്കിയിടുമ്പോൾ നമുക്ക് ഇത്ര എക്സ്പ്രഷൻ ഉണ്ടായിട്ടില്ല. ബില്ലടിക്കുമ്പോൾ എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ? ബില്ലടിക്കുന്നത് ഒരു കുടുംബിനിയായി കയറി ചെല്ലുമ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി എത്ര രൂപേന്റെ സാധനം അതി? 1770. എന്തെല്ലോ വാങ്ങിക്ക്, എന്തൊക്കെ വാങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. എങ്ങനെയൊക്കെയാണ് വീഡിയോ പോകുന്നത്, ഇറ്റ്സ് നോട്ട് അവർ ഫോൾട്ട്. ബിക്കോസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കയ്യിൽ കെലോക്സ്, ഒരു കയ്യിൽ മഞ്ച്. ബട്ട് വി ആർ എൻജോയിങ് ദിസ് ഓൾസോ അല്ലേ? എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്. അതെ, കുഴി 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 ഗൈസ്. ഞങ്ങൾ എന്തെങ്കിലും സംതിങ് നാളെ സൺഡേ ആയിട്ട് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിക്കുള്ള സാധനങ്ങൾ പോയിട്ട് വാങ്ങിച്ചു തരാം. ബൈ. ചിക്കൻ വാങ്ങാൻ വേണ്ടത് ഗൈസ്. ഞാൻ പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. കുംഭവേന എടുക്കുന്നു. കുംഭവേനുള്ളത് കൊണ്ടാണ് ഒരു മുട്ടായി കിട്ടിയിട്ട് ഞാൻ സത്യം പറയാലോ അതൊന്നും ഞാൻ ചോക്ലേറ്റ് കഴിക്കില്ല. ഇവളോടുള്ള പേടി കൊണ്ട് ഞാൻ തിന്നു. മറ്റേ ഇന്നെപ്പം തുപ്പും. ഞാനിങ്ങനെ തിന്നണി കണ്ടത് കഷ്ടപ്പെട്ടു. അവിടെ എടുക്കാൻ പോയത് എന്തേനോ റോഷനോ. ഇതിന് ഈ ഒരു കട്ടി പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഏറ്റവും ചെറിയ ഡയറി മിൽക്ക് കഴിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും പോയി. നാട്ടിലേക്കുള്ള ബസ്, നെൽമംഗലയിലേക്കുള്ള ബസ്സല്ലേ പോകുന്നത് ആദ്യം. എക്സ്പ്ലോറിൻ്റെ പാനിപ്പൂരി സ്ട്രീറ്റ്. ഇപ്പോഴാണ് നോക്കുന്നത്. കന്നഡയാണ് പാനിപ്പൂരി എക്സ്പ്ലോർ ചെയ്യട്ടെ. ശരിക്കും വരാം. ഇഷ്ടമാണ് പാനിപ്പൂരി. എൻ്റെ കൂടി ഒക്കെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. 1-2 ദിവസം പോകുന്നത്.
ടേസ്റ്റ് ഗൈസ്. ഹലോ എന്താ സാധനമൊക്കെ വാങ്ങി. ടു ഗുഡ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി, ഫ്രഷായി. ആ വാങ്ങിയ ചിക്കൻ കറി വെക്കണമല്ലോ, കറി വെക്കാം. ഇപ്പൊ സമയം എത്രയായി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പത്തെ കാണിച്ചില്ലേ, ഫുള്ള് തുണി അറിയിട്ടിരിക്കാം ബാക്ക്ഗ്രൗണ്ടിൽ. ഇപ്പൊ സമയം 10:45 നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. ഇനി എപ്പോൾ ഇത് ഉണ്ടായി എപ്പോൾ തിന്നെന്ന് കണ്ടറിയാം. മുന്നോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം പറഞ്ഞുതരാം. പത്തിരിയും ചിക്കൻ റോസ്റ്റും. ഇനി ആയി വരുമ്പോൾ എന്താവും ഞാൻ പറഞ്ഞു. അതായത് ഞാൻ ഉദ്ദേശിക്കുക കടായി ചിക്കൻ ടൈപ്പിലാണ് വേണമെന്ന്. അതായത് കോഴിക്കോട്ടേക്ക് അറിയാതെ അയച്ചാല് ചിക്കൻ റോസ്റ്റ് തന്നെ അത്യാവശ്യം നല്ലോണം ചിക്കൻ റോസ്റ്റ് അതന്നെ ക്യാപ്സിക്കും മറ്റേ ഈ സോസും വെച്ചിട്ട് ഹൈപ്പിൽ നിൽക്കും. ബാക്കിയെല്ലാം ലോ ഇതിൽ നിൽക്കും. ഇവർ ചിക്കൻ റോസ്റ്റ് എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾക്ക് എണ്ണ അതിങ്ങനെ എന്തോ ആയി വരണം. കോഴിക്കോട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണ്, ഇവർക്ക് റിലേറ്റബിൾ ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ എണ്ണയല്ല നെയ്യാ. അതെ ഗൈസ്, അല്ല എണ്ണ ഞങ്ങൾ ഇന്ന് ഞാൻ 2 ദിവസം നാട്ടിൽ പോകും. സോ നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യാണ്ട് ഇപ്പം യൂസ് ചെയ്തിട്ട് പിന്നീട് യൂസ് ചെയ്യാണ്ട് ആഫ്റ്റർ എഫക്ട്സ് വരും. സോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ല ഞങ്ങൾ പിടിക്കല്ലേ ആ ഒച്ച ആയതാ, വേറൊന്നുമില്ല ഗൈസ്, വേറെ വിഷയമില്ല. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് കാച്ചണം. പിന്നെ എന്തെങ്കിലും ഒന്ന് കൊളാവണല്ലോ. പത്തിരി കൊളായി ഗൈസ്. പത്തിരി ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട പത്തിരി പച്ചവെള്ളത്തിൽ കുഴച്ച് കൊളായിട്ടുണ്ട്. എന്താ പറയാനുള്ളേ, ഇങ്ങനെയായിപ്പോ ഈ പത്തിരി. പക്ഷെ ഇവിടെ എക്സ്പ്രഷൻ നോക്കി ടേസ്റ്റ് ഉണ്ട് ഗൈസ്. പത്തിരി ഇങ്ങനെയാണ് നെയ്യ് ഒഴിക്കുക. പത്തിരിന്റെ മാവ് കലക്കിയെടുത്തോ. പത്തിരിന്റെ മാവ് കലക്കിയെടുക്കട്ടോ ഗൈസ്, എന്നിട്ട് കാണിച്ചത്. പത്തിരിന്റെ മാവ് എടുക്കുന്നു, പത്തിരി പോരുന്നു, ഒറ്റയ്ക്ക് തന്നെ കട്ടാവുന്നു, നമ്മൾ അടച്ചു വെക്കുന്നു. പത്തിരി ആവുന്നവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതാവട്ടെ ഗൈസ്. ഇത് ലേബറാണ്. തുടങ്ങി ഇട്ടാലേ പത്തിരി പ്ലേറ്റിലേക്ക് എത്തും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഞാൻ ഇരിക്കുന്നത് ഇത്രയും പത്തിരി ചിക്കനുണ്ട്. അപ്പൊ ചില്ലിസാണ് കാണിച്ചത്. അങ്ങനെ പത്തിരി ഇടുകയുണ്ട്. പത്തിരി എന്നാ പറയുന്നേ, പക്ഷെ ദോശ പോലെ ഉണ്ട്, അത് വെച്ചാക്കണ്ട. അതിടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇടുണ്ട്. ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറിന്റെ ബാക്കി ഇടുണ്ട്. ഇതാ ഇവിടും ഞാനും കൂടെ തിന്നാൻ പോവാണ്. കാരണം ഇപ്പോൾ എൻ്റെ മാതാസ്ത്രീ എനിക്ക് മെസ്സേജുകൾ അയക്കുന്നില്ല ഗൈസ്. അതൊക്കെ അതെ, മോളെ വീഡിയോ വന്നില്ലേ, മോളെ വീഡിയോ ഭയങ്കര രസമായിരുന്നു, ഞാൻ എന്താ പുഴുങ്ങാൻ വെച്ച നെല്ലും അറിയാൻ പാടില്ലേ. അപ്പൊ ഇതെന്താ പറഞ്ഞതറിയോ, ഈ വീഡിയോന് ഔട്ടർ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പൊ അതിന്റെ ഔട്ടർ പറഞ്ഞല്ലോ. അപ്പൊ ഇതൊരു കുഞ്ഞൊരു ഷോപ്പിംഗ് ബ്ലോഗ് ആയിരുന്നു ഗൈസ്. ഔട്ടർ എടുക്കാൻ വേണ്ടി മറന്നു പോയതാ. കുഞ്ഞു ഷോപ്പിംഗ് ബ്ലോഗിന്റെ ബില്ല് മാത്രം ഞങ്ങൾ കാണിക്കുന്നില്ല. ആ ബില്ല് കാണിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ ചിലപ്പോൾ പഠിച്ചാലോ. അത്രപ്പാട് സാധനങ്ങൾ നമ്മള് ബില്ല് പബ്ലിഷ് ചെയ്തില്ല. നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം. അടുത്ത വീഡിയോ അയച്ച് പെട്ടെന്ന് തന്നെ വരാം ഗൈസ്. ഓക്കെ ബൈ.